ഇനി പ്ലേസ് മാറ്റിലേക്ക് സർക്കിളിൽ ചെയ്തിട്ടുള്ള പ്ലേസ് മാറ്റ് കണ്ട കോട്ടണിൽ വരുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് വേറെ തന്നെയാണ്, കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു സ്റ്റിച്ചസ് എല്ലാം എടുത്ത് നിൽക്കുന്നതും അതിൻ്റെ ആ ഒരു ചെയ്ത് നോക്കിയാൽ അറിയുമല്ലോ, നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും കോട്ടണിൽ ചെയ്യുമ്പോൾ. ഈ കോട്ടണ് ഫിനിഷിങ് മാത്രമല്ല കേട്ടോ, കോട്ടൺ വെച്ച് ചെയ്യണതിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ ചൂടുള്ള എന്തെങ്കിലും ഒക്കെ എൻ്റെ കൊണ്ടുവന്ന് വെച്ചാലും ഇതൊക്കെ ആയ ഭയങ്കര ചൂടുള്ളതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉരുകാൻ സാധ്യതയുണ്ട്. അക്രലിക്കല്ല സംഭവം. പക്ഷേ കോട്ടൺ വെച്ച് നോക്കണം, വി ക്യാൻ ട്രസ്റ്റ് കോട്ടൺ ഇൻ ദാറ്റ് കേസ്. ഇതിപ്പോൾ കുറച്ച് ഹീറ്റ് കൂടുതൽ ഇതിലുമ്പോൾ വന്നിരുന്നാലും അത്ര വലിയ കാര്യമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യാനായിട്ട് പോണില്ല. ഇത് വേറൊരു ചെയ്തതാണ്. ഇതിൻ്റെ സ്റ്റിച്ച് കൗണ്ട് ഒന്ന് തെറ്റിപ്പോയി, അതാണ് ഈ കേർലിങ് കാണുന്നത്. കോട്ടൺ പ്ലസ് അക്രലിക്കിൽ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതും സ്റ്റിച്ച് കൗണ്ട് ഒന്ന് തെറ്റിച്ചിട്ടുണ്ട്, നല്ലോണം തെറ്റിച്ചിട്ടുണ്ട്. ഗ്രാനി റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ സംഭവം പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതും അതിപ്പോൾ ഒരു പ്ലേസ് മാറ്റാക്കി മാറ്റിയതുമാണ് നിങ്ങൾ കാണുന്നത്. ഇത് അക്രലിക് കോട്ടൺ ബ്ലെൻഡാണ്. അടുത്തതാണ് നമ്മളുടെ ഗ്രാനി സ്ക്വയറിലേക്ക് വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ്. കുറച്ച് വലുപ്പം കൂടി സ്ക്വയറാണ്, നമ്മൾ പ്ലേസ്മെൻറ്റായിട്ട് ഉപയോഗിക്കാം. ഇതിനെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി സ്റ്റീം ബ്ലോക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാണ്. ഇത്തിരി വലുപ്പം കൂടുതലായതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളം വീണിട്ട് ആയ അവസ്ഥയാണ് ഇരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ അക്രലിക്കാണ് എൻ്റെ പരിപാടീസ്. സോ ഇത് മാത്രമാണ് അങ്ങനെ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 5 എണ്ണമാണ് ഉണ്ടാക്കിയത്, ഒരു 5 എണ്ണം ഉണ്ടാക്കി. ആൻഡ് ഇത് നമ്മൾ ഒരെണ്ണം ട്രയൽ അടിച്ച് നോക്കിയില്ലേ, ഇതിൻ്റെ ഒരു ചെറിയ വെർഷൻ, ചിന്ന വെർഷൻ, വലിയ വെർഷനാണ് ഇരിക്കുന്നത്. ഇത് പ്ലേസ് മാറ്റായിട്ട് ഉപയോഗിക്കും. ഇതിപ്പോൾ നമ്മുടെ ഡേ ടു ഡേ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് മാറ്റാണ് വരുന്നത്. 2 കളറിൽ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ്. അതിൻ്റെ കണ്ടോ ഈ ഒരു സംഭവം ലാർജർ ഹുക്ക് സൈസ് വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം മീൻസ് അതിൻ്റെ ഇത് ഞാൻ പല രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് 2 എണ്ണം ഇങ്ങോട്ടും 2 എണ്ണം അങ്ങോട്ടും വെച്ചിട്ടാണ് ചെയ്ത് വെച്ചാണ്. ഇതാണ് നമ്മുടെ ലാർജർ ഹുക്ക് സൈസ് വരുന്നത്. 1 ഇഞ്ചോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു കൂടുതൽ വരണേ. 4 എണ്ണം ഉണ്ടാക്കി ആ 4 എണ്ണം കൂടി ഡാണിങ് നീഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തുന്നി ചേർത്തതാണ് ഈ ഒരു ഇത്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം തിരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് യൂസ് ചെയ്യാനും പറ്റും. അത്രയാണ് നമ്മുടെ പ്ലേസ് മാറ്റ്സ് വരുന്നത്.